നമസ്കാരം. നമ്മുടെ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തോളെല്ലിനേറ്റ ഒരു പരിക്കും അതിന്റെ വേദന സംബന്ധിച്ചുമാണ് ഇന്ന് നമ്മുടെ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിളിക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം നൽകാനായി ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം സർജനായ ഡോക്ടർ പ്രഫുൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ഡോക്ടർ, എന്തൊക്കെയാണ് കാരണം എന്താണ് ഡോക്ടർ ഈ തോളിന് ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന ഒരു വേദനയുടെ ഒക്കെ കാരണം എന്താണ്? തോള് വേദന പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവും. സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു 10 കാരണങ്ങളിലും തോള് വേദനയ്ക്ക് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ കാരണങ്ങളെ 2 രീതിയിൽ തരംതിരിക്കാം. ഒന്ന്, നമ്മൾ ഒരു പരിക്കിന് ശേഷം നമുക്കുണ്ടാകുന്ന വേദന. നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മൾ ഒരു ആക്സിഡൻറ്റ്, ബൈക്കിൽ നിന്ന് വീഴുന്നതോ അല്ലെങ്കിൽ കളിച്ചിട്ടുണ്ടായ വീഴ്ചയിലോ ഉണ്ടാകുന്ന ഒരു പരിക്കിന് ശേഷം ഉണ്ടാകുന്ന വേദന അപ്പം തോളിലാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ഇതല്ലാതെ പരിക്കുമായി ബന്ധമില്ലാത്ത ഒരു വേദന തോളിൽ നമ്മൾ അനുഭവപ്പെടുകയാണെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ലിവർ സംബന്ധമായ അസുഖങ്ങൾ മുതൽ തോളിനകത്തുള്ള അസുഖങ്ങൾ വരെ ഇതിന് കാരണമായി വന്നേക്കാം. അപ്പോൾ നമ്മൾ കൃത്യമായ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് കൃത്യമായി എവിടെയാണ് വേദനയുടെ കാരണം എന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. തോളിനകത്തുള്ള വേദനയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം തോളിലാണെങ്കിലും ചിലപ്പം റെയറായിട്ട് ഹൃദയം സംബന്ധമായിട്ടുള്ള വേദനകൾ തോളിൽ മാത്രം അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഹൃദയം, ഈ ആൻജൈന എന്ന് പറയുന്ന ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള വേദനയുടെ നമ്മൾ കോമൺ ആയിട്ട് ഹാർട്ടിൽ പറയുമെങ്കിലും ചിലപ്പോൾ ഇടത് തോളിൽ വരാം. പക്ഷെ ചിലപ്പോൾ ചില ഹാർട്ട് അസുഖങ്ങൾക്ക് തോളിൽ മാത്രമായിട്ട് അനുഭവപ്പെട്ട കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം കണ്ടുപിടിക്കാൻ നമ്മൾ വൈകും. അപ്പം നമ്മൾ ആ ഒരു കാരണം നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യണം. അപ്പം ഹാർട്ടിൻ്റെ ഒരു ചെക്കപ്പ് കഴിഞ്ഞ ശേഷം അത് ഹാർട്ടിന് വേദനയല്ല എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴുത്തിലെ വേദന, കഴുത്തിലെ തേയ്മാനം, ഡിസ്ക് പ്രശ്നങ്ങൾ. അതുമൂലം ഈ കോമൺ ആയിട്ട് കാണുന്നത് ഈ ഭാഗത്തുള്ള വേദന തന്നെയാണ്. കഴുത്തിൽ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കയ്യിലേക്ക്, അത് അസുഖം പുരോഗമിക്കും തോറും കയ്യിൽ താഴോട്ട് വേദന വരും. അപ്പോൾ ഈ തോള് ഭാഗത്തുള്ള വേദന മിക്കപ്പോഴും അത് കഴുത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാകാം. അപ്പോൾ കഴുത്തിൽ നിന്നുള്ള പ്രശ്നമല്ല എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ അതിനെ മാറ്റി നിർത്തണം. അപ്പോൾ അത് കൃത്യമായി ഡോക്ടർ പരിശോധിച്ചാൽ മാത്രമേ കഴുത്ത് വേദന അല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ 2 പ്രശ്നങ്ങളും വേറെ പ്രശ്നങ്ങളൊന്നും അല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് തോളിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ വീഴ്ച കഴിഞ്ഞിട്ടുള്ള പരിക്കുകളാണെങ്കിൽ രോഗിക്കും കൃത്യമായി അറിയാൻ വീണത് കൊണ്ടാണെന്ന്. അപ്പോൾ നമ്മൾ കൃത്യമായി പരിശോധിച്ച് തോളിനകത്ത് പലതരം സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ എല്ലുണ്ട്, ഈ ടെൻഡൻസ് എന്ന് പറയുന്ന മസിലിൻ്റെ എല്ലിലേക്ക് ചേരുന്ന ഭാഗങ്ങൾ, പിന്നെ മസിലുകൾ തന്നെ, പിന്നെ എല്ലിൻ്റെ ചുറ്റുമുള്ള കവറിങ്, അങ്ങനെ പല സ്ട്രക്ചേഴ്സും തോളിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് എവിടെയാണ് ഈ വേദനയുടെ ഉത്ഭവം നമ്മൾ കൃത്യമായി കണ്ടുപിടിക്കണം. അത് കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ അത് കൃത്യമായി പറയാൻ പറ്റുള്ളൂ. ഇപ്പം കോമൺ ആയിട്ട് ഉണ്ടാകുന്ന കാരണങ്ങൾ, ഒന്ന്, തോളിനകത്ത് വീഴ്ചയിൽ മിക്കപ്പോഴും ഉണ്ടാകുന്ന പരിക്കെന്ന് പറയുന്നത് മസിൽസ് എല്ലിലേക്ക് ജോയിൻ ചെയ്യുന്ന ഏരിയ, അത് എല്ലിൽ നിന്നും ശക്തിയായി വലിക്കുമ്പോൾ അല്ലെ വീഴ്ചയിൽ അത് എല്ലിൽ നിന്ന് പറഞ്ഞു വരികയോ അല്ലെങ്കിൽ മുറിഞ്ഞു മാറുകയോ ചെയ്യുന്ന ഒരവസ്ഥ, അത് കോമൺ ആണ്. അത് വീഴ്ചയിലും കളിക്കുമ്പോൾ വീഴുന്നത്. ഡോക്ടർ, നമുക്ക് ബാക്കി കാരണങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു പ്രേക്ഷകനുണ്ട്, വടകരയിൽ നിന്ന് അബ്ദുള്ള എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അബ്ദുള്ള, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർ പ്രഫുലാണ് നമ്മോടൊപ്പം ഉള്ളത്. സംസാരിക്കാം ഡോക്ടറോട്. അബ്ദുള്ള, ടിവിയിൽ നോക്കി ശ്രദ്ധിക്കരുത്, ഫോണിൽ നോക്കി ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുക. പറയൂ. ഹലോ. തോള് വേദനയാണ്. എത്ര കാലമായിട്ട് വേദനയാണ്? കറക്കും. വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? കോള് കട്ടായിട്ടുണ്ട്. മൂന്നാറിന്ന് ബിന്ദു എന്നൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ബിന്ദു, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം സർജനായ ഡോക്ടർ പ്രഫുലാണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടറോട് സംസാരിക്കാം. പറയൂ. ഡോക്ടർ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഈ വലത് തോളിനാണ് വേദന. അത് ഇങ്ങനെ കൈ താത്തും പൊക്കവും ചെയ്യുമ്പോഴെല്ലാം വേദന പറയുന്നുണ്ട്. 1 മാസമായി തുടങ്ങിയിട്ട്. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, കഫക്കെട്ടാണ് എപ്പോഴും അലട്ടാറുള്ള ഒരു പ്രശ്നം. വലത് തോളിലെ വേദന 1 മാസം അല്ലേ? ആ. ഓക്കെ. വീഴ്ച പരിക്കൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല.
ഇല്ല. ഓക്കെ, അത് കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. തോളിനകത്ത് ഇപ്പോൾ ഷുഗറുള്ള രോഗിയാണോ? ഇല്ല, ഷുഗർ കൊളസ്ട്രോൾ 256 ഈ അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്തതാണ്. വേറെ അസുഖങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ. വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് നമ്മൾ പറയുന്നത്. തോളിനകത്തുള്ള ഈ ജോയിൻറ്റിന് ചുറ്റുമുള്ള ഒരു ആവരണി ക്യാപ്സ്യൂൾ, അതിനുണ്ടാവുന്ന ഒരു തരം ഇൻഫ്ലമേഷനാണ്. അതാണ് വളരെ സാധാരണയായിട്ട് കാണുന്നത്. അതാവാൻ സാധ്യതയുണ്ട്. നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. പരിശോധിച്ച് കൃത്യമായി ചികിത്സ ചെയ്ത് അതിനെ കുറച്ച് ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്താൽ ശരിയാവുന്നതേ ഉള്ളൂ. ഡോക്ടറെ കണ്ട് മാത്രം ചികിത്സിക്കാം. ശരി ശരി. ഒരു റോബൻ വണ്ടിപ്പെരിയാർന്ന് റോബൻ എന്നൊരു പേഷ്യന്റ് കൂടി ചേരുന്നുണ്ട്. റോബൻ, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ഡോക്ടർ ഒപ്പമുണ്ട്, ചോദിക്കാം. നമസ്കാരം. പറയൂ. എനിക്ക് വയസ്സ് 52 വയസ്സായി. എനിക്കൊന്ന് ഈ ചാപ്പിട്ട ഭയങ്കര ഏപ്പം വരുക, ചാപ്പിട്ടില്ലെങ്കിൽ ഏപ്പം വരുക. മനസ്സിലായില്ല. ഈ കേപ്പം ഏരി വരത്തില്ലേ, അങ്ങനെ വരുന്നുണ്ട്. അതിന് പുറകിലെ ഭയങ്കര വേദന, മുതുക് പകുതിയില്ല. ഓക്കെ, തോള് സംബന്ധമായിട്ട് അസുഖങ്ങളൊന്നുമില്ല? തോള് സംബന്ധമായിട്ടൊന്നുമില്ല. തോളിലല്ല സാറേ, നടുക്ക് കുറുക്കില് വേദന. പുറകില്, നമ്മളെ ഹാർട്ടിന്റെ പുറകിലായിട്ട് വേദന. എത്ര കാലമായിട്ട് വേദനയുണ്ട്? ഇപ്പൊ കുറെ നാളായിട്ട് ഒത്തിരി ഉണ്ട് സാർ. ഓക്കെ. ചില നേരത്തെ എനിക്കൊരു ഉമ്മിഷ്ടം പോലെയും ശ്വാസം വിടാൻ പറ്റാത്ത പോലെയും ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. എനിക്കൊരു പേടി തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം എത്രയും പെട്ടെന്ന്. ഹാർട്ട് സംബന്ധമായിട്ടുള്ളതാവാം. അത് പരിശോധിച്ചതിന് ശേഷം, അല്ലെങ്കിൽ കഴുത്തിലെ വേദന ആവാം. പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തോളിനുള്ള വേദനയും പരിക്കുമാണ് പ്രഷർ, അത് നോക്കി ഒന്ന് വിളിക്കുക കേട്ടോ. ഡോക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൃദയ സംബന്ധമായ അസുഖം, പിന്നെ ഷോൾഡറിലെ വേദന, കഴുത്തിലെ വേദന കൊണ്ടെല്ലാം ഈ ഒരു വേദന ഉണ്ടാകാൻ കാരണം, ബാക്കി കാരണങ്ങൾ കൂടി ഒന്ന് പറയൂ. ഈ കഴുത്തിലെ വേദന പറഞ്ഞു തീർത്തില്ല. കഴുത്തിലെ വേദന വളരെ കോമൺ ആണ്. അപ്പം നമ്മൾ അത് ശരിക്കും ചെയ്യണം. പിന്നെ ഈ കൈയിലേക്കുള്ള വേദന സത്യത്തിൽ നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ വേദനയുടെ ഉത്ഭവം എന്ന് പറയുന്നത് കഴുത്തിലാണ്. അപ്പോൾ അത് കൃത്യമായി അതിന് ചികിത്സ, ഈ തോളുവേദനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കാരണങ്ങൾ പലതുണ്ട്. അപ്പം കാരണം കൃത്യമായി കണ്ടുപിടിക്കുക എന്നുള്ളത് അതിൻ്റെ ചികിത്സയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. അപ്പം കാരണം കൃത്യമായി കണ്ട് അതിന് ചികിത്സ വെച്ചാൽ മാത്രമേ വേദന മാറുള്ളൂ. നമ്മൾ വേറൊരു കാരണത്തിൽ ചികിത്സിച്ചാൽ ഈ രോഗിയുടെ വേദന ഒരിക്കലും മാറില്ല. അപ്പം മറ്റു കാരണങ്ങൾ ഞാനിപ്പോൾ ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞ പോലെ ഈ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് വളരെ കോമൺ ആണ്. ഷുഗർ ഉള്ളവർക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അത് ഈ ജോയിൻറ്റിന് ചുറ്റുമുള്ള ഒരു ക്യാപ്സ്യൂൾ, ഒരു ആവരണി, ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. അത് പ്രത്യേകിച്ച് പരുക്കില്ലാതെയും വരാം, പരുക്കായിട്ട് നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാലും വരാം. പിന്നെ ഈ എന്തെങ്കിലും സർജറി ഈ ഭാഗത്ത് ചെയ്തിട്ട് രോഗി റെസ്റ്റ് എടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് നോർമലാവാൻ ശ്രമിക്കുമ്പോൾ ഷോൾഡർ ജോയിൻറ്റിൽ ഇത് ഉണ്ടാവാം. അതിന് നല്ല പെയിൻ ഉണ്ടാവും. അപ്പം കുറച്ച് കാലം നമ്മൾ റെസ്റ്റ് എടുത്ത് പിന്നെ അത് പെട്ടെന്ന് തന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് ശരിയാക്കി എടുത്തില്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ്റ് സ്റ്റിഫ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂവ്മെൻറ്റ് റേഞ്ച് കുറച്ച് കുറയും. അപ്പോൾ ഈ കൈ ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് കൃത്യമായി പിന്നെ ചികിത്സിക്കണം. പിന്നെ വീണിട്ടുണ്ടാകുന്ന ഫ്രാക്ചേഴ്സ് പലതരമുണ്ട് ഈ ജോയിൻറ്റ്സിൽ. ഈ തോളലിൻ്റെ അറ്റം ഫ്രാക്ചർ ആവാം, ഈ ആമിൻ്റെ മേലുള്ള ജോയിൻറ്റിനുള്ളിൽ ഫ്രാക്ചർ വരാം. ഫ്രാക്ചേഴ്സിനൊക്കെ കൃത്യമായിട്ടുള്ള ഫിക്സേഷൻ വെച്ചാൽ കമ്പിയോ സ്ക്രൂവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ അനക്കി എടുക്കണം എന്നുള്ളതാണ് ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ അത് 3 ആഴ്ചയിൽ കൂടുതൽ ഷോൾഡർ നമ്മൾ ഇങ്ങനെ കെട്ടി വയ്ക്കുകയൊക്കെ ചെയ്താൽ അത് പിന്നെ സ്റ്റിഫാവും. പിന്നെ നമുക്ക് ഈ മൂവ്മെൻറ്റ്സ് പഴയ പോലെ വീണ്ടെടുക്കാൻ പറ്റില്ല. പിന്നെ കാരണങ്ങൾ, പിന്നെ ഈ ടയർ ഞാൻ പറഞ്ഞ പോലെ കൈകുത്തി ശക്തിയായി നമ്മൾ വീണ് കഴിഞ്ഞാൽ മസിലിൻ്റെ വയലൻ്റ് ആയിട്ടുള്ള പുള്ള് കാരണം എല്ലിൻ്റെ മേലെ നിന്ന് ഈ ടെൻഡൻ പറഞ്ഞു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ടയറാണ്. കംപ്ലീറ്റ് ടയർ ആയാൽ കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പാർഷ്യൽ ടയേഴ്സാണ് വളരെ കോമൺ. ഭാഗികമായിട്ട് വിട്ടുവരിക, കീറിപ്പോവുക, അതൊക്കെ ചെയ്യാം. അപ്പോൾ രോഗിക്ക് ആദ്യം കുറച്ച് വേദന ഉണ്ടാവും, റെസ്റ്റ് എടുത്താൽ പെയിൻ മാറും. പക്ഷേ വീണ്ടും നമ്മൾ ജോലികളിൽ ചില ആംഗിളുകളിലേക്ക് കൈ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ കീറിയ ഭാഗം അനങ്ങുമ്പോൾ നമുക്ക് അവിടെ ഷാർപ്പായിട്ടൊരു പെയിൻ വരും. അങ്ങനത്തെ രോഗികൾ രാത്രി കിടന്ന് ഒരു പൊസിഷനിൽ ഇങ്ങനെ കിടന്നിട്ട് പിന്നെ കൈ എടുക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും. അങ്ങനത്തെ സിംറ്റംസൊക്കെയാണ് അതിൻ്റെ കോമൺ. അപ്പം പാർഷ്യൽ ടയേഴ്സ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് സർജറി വേണ്ടി വരും. ടയറിൻ്റെ ഡെപ്തും അതിൻ്റെ വലുപ്പവും ഒക്കെ മനസ്സിലാവണമെങ്കിൽ MRI സ്കാൻ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യും. പിന്നെ കോമൺ ആയിട്ട് കാണുന്നത് ഷോൾഡർ ഡിസ്ലൊക്കേഷനാണ്. ഇപ്പം കളിക്കുമ്പോൾ വീഴുമ്പോഴാണ് കോമൺ ആയിട്ടുണ്ടാകുന്നത്. പിന്നെ നമ്മളൊരു അടിയോ ഇടിയോ ഒഴിഞ്ഞു പോകുക എന്ന് പറയുന്നത്, മിസ്സായി പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യാം. നമ്മൾ കല്ലെറിയാൻ ശ്രമിക്കുമ്പോൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു തവണ ഡിസ്ലൊക്കേറ്റ് ചെയ്താൽ
രണ്ടാമത് ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ആദ്യത്തെ ഡിസ്ലൊക്കേഷനിലാണ് അത് ഓപ്പറേഷൻ ഇല്ലാതെ ചികിത്സിക്കാനുള്ള മാക്സിമം ചാൻസ് നമുക്കുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം അത് ട്രൈ ചെയ്യണം. അത് നിസ്സാരമായിട്ട് കാണരുത്. ആ ഒരൊറ്റ ചാൻസേ ഉള്ളൂ. പിന്നെ രണ്ടാമത് ഡിസ്ലൊക്കേറ്റ് ചെയ്താൽ നമ്മുടെ പിന്നെയും ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഡബിൾ ചെയ്തു. അപ്പോൾ 3 തവണ കൂടുതൽ ഡിസ്ലൊക്കേറ്റ് ചെയ്താൽ പിന്നെ സർജറി ഇല്ലാതെ രക്ഷ ഉണ്ടാവില്ല. പിന്നെ മറയെടുത്ത് ഈ എന്തൊക്കെ ഇഞ്ചുറീസ് ഉണ്ട് അതിനുള്ളിൽ പറ്റി ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാപ്സ്യൂളും അതിന് ചുറ്റുമുള്ള കാർട്ടിലേജൊക്കെ ടയറായി പോവുകയും ചിലപ്പോൾ ചിലർക്ക് ബോൺ പീസ് ഫ്രാക്ചർ ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിതെല്ലാം അസസ് ചെയ്തിട്ട് അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ് വേണ്ടത്. അതാണ് ഡോക്ടർ, ഈ ചെറിയ കുട്ടികൾക്ക്, ചെറിയ മക്കൾക്കൊക്കെ ഷോൾഡറിന് വേദന ഉണ്ടാവാറെന്ന് പറയാറുണ്ട്. ഇതിനൊക്കെ എന്തൊരു കാരണം എന്തായിരിക്കും ചെറിയ കുട്ടികൾക്ക്? ചെറിയ കുട്ടികൾക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാവാൻ വീഴ്ചയാവാൻ കാരണം ചെറിയ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഇഞ്ചുറീസ് ഉണ്ടാവും. ഒരു വശം ചേർന്ന് കിടന്നതിന് ശേഷം അവർ എഴുന്നേൽക്കുമ്പോൾ പറയാറുണ്ട് ഒരുപാട് സമയം മുഴുനീളം ഷോൾഡറിന് വേദന എടുക്കും എന്നൊക്കെ പറയാറില്ലേ കുട്ടികൾ? വളരെ കോമൺ ആയിട്ടുള്ള സിംറ്റം അല്ല. കുട്ടികൾക്ക് ഉണ്ടാകുന്ന മിക്കവാറും വീണിട്ടുള്ള പരിക്കുകളും ചെറിയ ചതവുകളും പിന്നെ ഈ കുട്ടികളുടെ ഈ തോളിലെല്ല് ആണ് കോമൺ ആയിട്ട് പൊട്ടുക. അത് പൊട്ടല്ല, കുട്ടികളുടെ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബെൻഡായി വളഞ്ഞു പോയിച്ചുള്ളൂ. അപ്പോൾ അതാണ് ഒരു കോമൺ ആയിട്ട് കാണുന്നത്. അത് കൈകുത്തി വീണാൽ പിന്നെ ഷോൾഡർ ഇടിച്ച് വീണാൽ അതാണ് കോമൺ ആയിട്ട് കാണുന്നത്. അതായിരിക്കും മിക്കവാറും. അത് ചെയ്ത് ചെറിയൊരു കെട്ടൊക്കെ ഇട്ടാൽ അത് റെഡിയാവും. അത് ഡോക്ടർ, നമുക്ക് വയനാട് എന്നുള്ളൊരു പ്രേക്ഷകനുണ്ട്, അബ്ദുള്ള എന്നുള്ളൊരു പ്രേക്ഷകനുണ്ട്. അബ്ദുള്ള, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ഡോക്ടറൊപ്പം ഉണ്ട്, ചോദിക്കാം. വിളിക്കുന്ന പ്രേക്ഷകർ ദയവായി ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക, ടി-വിയിൽ ശ്രദ്ധിച്ച് സംസാരിക്കരുത്. ഡോക്ടർ അടുത്തുണ്ട്, ഡോക്ടറോട് ചോദിക്കാം. ചോദിക്കൂ. എനിക്ക് കൈയിന്റെ വേദന 2-3 മാസമായി. ഞാൻ ഷുഗർ പ്രഷറൊക്കെ ഉള്ളതാണ്. എത്ര പ്രായമുണ്ട്? 48 വയസ്സ്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പൊ എന്ന് പറഞ്ഞ ഇങ്ങനെ ചെറിയ വ്യായാമം ചെയ്യാൻ വേണ്ടി കാണിച്ചതാണ്. പരിക്കൊന്നും ഉണ്ടായിട്ടില്ല? ഓ, ഇങ്ങനെ പരിക്കുണ്ടായിട്ടില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഇത് വിശദമായി പരിശോധിച്ചാലേ കൃത്യമായിട്ടുള്ള കാരണം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് ആകാം. കോമൺ ആയിട്ട് ഈ ഷുഗർ ഉള്ളവർക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ്. ഷോൾഡർ പെട്ടെന്ന് സ്റ്റിഫ് ആവുക, ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് പുറകോട്ടും മേലോട്ടും ഒന്നും കൊണ്ടുപോകാൻ പറ്റാതിരിക്കുക, കൈ പൊക്കാൻ ബുദ്ധിമുട്ട്. പരിക്കില്ലാതെ ഇങ്ങനെ വരുമ്പോൾ മിക്കവാറും അത് തന്നെയായിരിക്കാം. കൃത്യമായി അത് പരിശോധിച്ചിട്ടുള്ള അതിൻ്റെ ചികിത്സ ചെയ്യണം. ഫിസിയോതെറാപ്പി വളരെ പ്രധാന ചികിത്സയിൽ. തുടക്കത്തിലെ വേദന ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ പെട്ടെന്ന് കൈ അനക്കി തുടങ്ങണം. ഫിസിയോതെറാപ്പി സെൻ്ററിലോ ഫിസിയോതെറാപ്പി എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം കൃത്യമായി ഞാൻ പറഞ്ഞ പോലെ ഈ അസുഖം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ് ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിനുശേഷം നമുക്ക് ചികിത്സ തുടങ്ങാൻ പറ്റുള്ളൂ. ചികിത്സ തുടങ്ങി ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സാധനമാണെങ്കിൽ അത് ഫിസിയോതെറാപ്പി വളരെ പ്രധാനമാണ്. സെൻറ്ററിൽ പോയിട്ട് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്കി നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലല്ല, പോരാ. നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് കൃത്യമായി രോഗനിർണയം നടത്തിയതിന് ശേഷം ചികിത്സ തുടങ്ങാം. ഡോക്ടർ, നമുക്ക് ഡോക്ടർ നേരത്തെ കാരണങ്ങളെല്ലാം പറഞ്ഞല്ലോ. എന്തെല്ലാം തരം ശസ്ത്രക്രിയകൾ നമുക്ക് ഷോൾഡറിൽ ചെയ്യാൻ സാധിക്കും? ഇതിന് ചിലവ് എത്ര വരും? ഷോൾഡറിൽ ഞാൻ പറഞ്ഞ പോലെ പലതിനും പല ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ മിക്ക ഷോൾഡർ പെയിൻസിനും ആൾക്കാർക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട്, ഇത് പെട്ടെന്ന് അങ്ങ് മാറും, ചെറിയ വേദനയാണ്. പക്ഷേ ഫിസിയോതെറാപ്പി വളരെ പ്രധാനമാണ്. ഫിസിയോതെറാപ്പിക്കുള്ള ചിലവുകൾ എന്തായാലും ചെറുതായിട്ട് വരും. ഫിസിയോതെറാപ്പിയൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ അത് കൃത്യമായ രീതിയിൽ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനം. അപ്പോൾ കൃത്യമായൊരു ഫിസിയോതെറാപ്പിസ്റ്റ് പറയുന്ന പോലെ നമുക്കത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ 1-2 തവണയെങ്കിലും മിനിമം ഫിസിയോതെറാപ്പി സെൻ്ററിൽ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഒരു എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഡിയാവും. അത് നിസ്സാരമായിട്ട് ഷോൾഡർ പെയിനിന് പോലും അത് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ മരുന്ന് മാത്രം കഴിച്ച് ഷോൾഡർ പെയിൻ മാറാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓരോ ഇതിനും ഓരോ ട്രീറ്റ്മെൻറ്റ്. ഇപ്പം കഫ് ടയർ എന്ന് പറയുന്ന മസിൽ ടയർ ആണെങ്കിൽ അത് ആർത്രോസ്കോപ്പിക് കീ ഹോൾ സർജറി ചെയ്തിട്ട് റിപ്പയർ ചെയ്യാനാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഫ്രാക്ചേഴ്സ് ആണെങ്കിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ വളരെ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഷോൾഡർ ശരിക്കും പല കഷ്ണങ്ങളായിട്ട് പൊട്ടുന്ന കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് തന്നെ ചെയ്യേണ്ടി വരും. അതും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഷോൾഡർ ഒരു 2-3 പീസൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലേറ്റും സ്ക്രൂസും വെച്ച് ഫിക്സ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതിനിടയിൽ നമ്മൾ ഇഞ്ചക്ഷൻസൊക്കെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പം ഈ ഷോൾഡറിനകത്ത് പല സ്ഥലത്തും നീര് വരിക, ഇൻഫ്ലമേഷൻ, അങ്ങനെ നമുക്ക് പല മെഡിസിൻസും അതിനകത്ത് ഇഞ്ചെക്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്ത് ഫിസിയോതെറാപ്പി ചെയ്ത്
അങ്ങനെ പലതിനും പലതരം ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ചിലവിനെ കുറിച്ച് കൂടെ അറിയാനുണ്ട് ഡോക്ടർ. നമുക്ക് അതിന് മുമ്പ് അരിക്കുട്ടിയിൽ നിന്ന് സതി എന്ന് പ്രേക്ഷക ചേരുന്നുണ്ട്. സതി, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ഡോക്ടർ ഒപ്പം ഉണ്ട്, ചോദിക്കാം. പറയൂ. ഡോക്ടറെ, പറയൂ. ഞാൻ ഒരു 3 വർഷത്തിന് മുമ്പ് ഒന്ന് വീണായിരുന്നു. ബൈക്ക് ഇടിച്ചാണ്, ഒരു കുട്ടി കൊണ്ടൊന്ന് ഇടിപ്പിച്ചപ്പോ ഈ കൈ അടിച്ചാ വീണത്, വലത് കൈ അടിച്ചാ വീണത്. അപ്പൊ അന്ന് സ്കാൻ ചെയ്തപ്പോഴൊന്നും കൈക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം ചെയ്തായിരുന്നു. ഇപ്പൊ കൈ ഭയങ്കര വേദന. കൈയുടെ എവിടെയാണ്? തോൾ ഭാഗത്താണോ? മൊത്തത്തിൽ ഷോളർ കഴുത്തൊക്കെ വേദന. അന്ന് മുതലേ ഉള്ള വേദനയാണോ? അന്ന് ഇപ്പൊ ഞങ്ങള് ഒരു ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോ എല്ലിന് അകൽച്ച ഉണ്ടെന്ന് പറഞ്ഞു ഈ കഴുത്തിനവിടെ. അത് ഞാൻ മറ്റേ ഇതിട്ടപ്പോ മാറിയതാണ്. ഇപ്പൊ ആ വേദന മാറുന്നില്ല. കൈ പൊക്കാൻ വേണ്ടി ഷോളറിന്റെ താഴത്തേക്കാണ്, കൈയുടെ പെടലിയുടെ താഴത്തേക്ക് ഇങ്ങോട്ട്, ഈ വലത് കൈയുടെ താഴത്തേക്ക്. ഒന്നും ചെയ്യാൻ പാടില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുള്ള കൈ അപ്പടി പോച്ചല്. ഭയങ്കര വേദന, സഹിക്കാൻ വേണ്ടി വേദനയാണ്. കൈ തിരിക്കാൻ വേണ്ടി നമ്മൾ പുറകൊക്കെ ഒന്നിങ്ങനെ എടുക്കുവാണെങ്കിൽ, പുറകോട്ടൊന്ന് ചൊറുകാണ് എന്തെങ്കിലും ആയിട്ട് എടുക്കുവാണെങ്കിൽ അത് ഭയങ്കര വേദനയാണ്. കിടന്നിട്ട് ഇങ്ങനെ എഴുന്നേക്കാൻ പാടില്ല, എഴുന്നേക്കുമ്പോഴൊക്കെ ഇവിടെ ഭയങ്കര വേദന, മരവിക്കല്. ശരി, ഓക്കെ. ഏത് ഭാഗം സ്കാൻ ചെയ്തത്? നട്ടലാണോ, കഴുത്താണോ? ഇല്ല, നട്ടലൊന്നല്ല, ഈ കൈയുടെ വലത് ഭാഗം, കൈയുടെ ഷോളർ ആ ഭാഗത്താണ് സ്കാൻ ചെയ്ത് നോക്കിയത്. ഇങ്ങനെ കഴുത്തിലിങ്ങോട്ട് താഴ്ത്തോക്കും, ഈ അടിച്ചു വീണ കൈയുടെ ആ ഭാഗത്തേക്ക്. അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരി. ഇത് പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് കഴുത്തിന് ഡോക്ടർ അകൽച്ച ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഡോക്ടർ പരിശോധിച്ച പ്രകാരം കഴുത്തിലെ ഡിസ്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ ഡിസ്കിന്റെ അസുഖം ഉള്ളവർക്ക് തോളിന് വേദനയും കൂടി വരാം, രണ്ടും കൂടി വരാം. അപ്പം നീര് വീഴും, ശരിക്കും എനിക്ക് രാവിലെ വെളുപ്പിനൊന്നും എഴുന്നേക്കാൻ ഒന്നും പറ്റൂല, ഒന്നും ജോലി ഒന്നും ചെയ്യാൻ പറ്റാത്ത. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ശരിയാണെങ്കിൽ കഴുത്ത് വേദനയുണ്ട്, നിങ്ങൾക്ക് തോളും വേദനയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ടിനും ചികിത്സ വേണം. അപ്പൊ തോളിന് കൃത്യമായിട്ട് പരിശോധിച്ച്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അസുഖമാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അറിയാം. കൈ പല പൊസിഷനിലേക്കും കൊണ്ടുപോകാൻ പറ്റാത്ത ഇത് അസുഖമാണെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്യണം. ഇതുവരെ മരുന്ന് മാത്രമല്ലേ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളൂ? ഞാൻ നിർത്തിയിട്ട് ഡോക്ടറെ, ഇപ്പൊ മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല, ഞാൻ നിർത്തിയിട്ട് ഇത് കണ്ടപ്പോ ഞാനൊന്ന് വിളിച്ച് ചോദിക്കാനായിട്ട്. മരുന്ന് മാത്രം കഴിച്ച് ഷോൾഡർ തോള് വേദന മാറാൻ ബുദ്ധിമുട്ടാണ്. കുറെ കാലമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ പോലത്തെ ചികിത്സ ചെയ്യേണ്ടി വരും. പിന്നെ സ്കാൻ ചെയ്യേണ്ടി വന്നേക്കാം. സ്കാൻ റിപ്പോർട്ട് പ്രകാരം ബാക്കി ചികിത്സ, ഫിസിയോതെറാപ്പി എന്തായാലും വേണ്ടി വരും. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ അസുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കാലം കഴിഞ്ഞാൽ അത് പിന്നെ ശരിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് അത് നിങ്ങളെ കൃത്യമായി പരിശോധിച്ചാലേ നിങ്ങളുടെ പോരായ്മകൾ, നിങ്ങളെ എന്ത് വേദന, ഏത് ഭാഗത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും, എന്ത് ശരിയാക്കാൻ പറ്റില്ല എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഫിസിയോതെറാപ്പി വേണ്ടി വരും. ഗുളിക മാത്രം കൊണ്ട് മാറാൻ സാധ്യത കുറവാണ്. പിന്നെ ആയിക്കോട്ടെ. ശരി സതി, ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് നിസ എന്നൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. നിസ, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ഡോക്ടറെ അടുത്തുണ്ട്, ചോദിക്കാം. ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. എനിക്ക് പെടലിക്ക് ഭയങ്കര വേദനയാണ്. പെടലിയുടെ സൈഡിലും ഉണ്ട്, താഴോട്ടും ഉണ്ട്. ഓക്കെ. എത്ര കാലമായി? ഇപ്പം 2-3 വർഷം കൊണ്ടേ ഉണ്ട്. 2-3 വർഷമായി. ഓക്കെ. എന്താ ജോലി ചെയ്യുന്നുണ്ടോ? വീട്ടിലെ ജോലികളാണ്? ജോലി ചെയ്യുന്നുണ്ടോ? ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ഇത് കഴുത്തിലെ വേദനയാവാനാണ് സാധ്യത പറഞ്ഞത്. കഴുത്തിൽ ഞാൻ പറഞ്ഞ ഒരു തോള് സംബന്ധമായിട്ടായിരിക്കില്ല, കഴുത്തിലെ ഡിസ്ക് തേയ്മാനം ഒക്കെ ആയിരിക്കാം. അപ്പം അത് പരിശോധിച്ച്. എന്താണ്? ഹലോ, ഇത് കഴുത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. താഴോട്ടെന്ന് പറഞ്ഞാൽ പുറകോട്ടാണോ അല്ലെ കയ്യിലോട്ടാണോ? ഇത് കഴുത്ത് വേദനയാണ്. കഴുത്തിന്റെ എക്സ്റേയും വേണമെങ്കിൽ സ്കാനും ചെയ്തിട്ട്
ചികിത്സ ചെയ്യണം. എനിക്ക് സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്, അതിന് വെയിറ്റ് എടുക്കുന്നത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. തലയിൽ വെയിറ്റ് എടുക്കുമോ? അല്ല, കൈകൊണ്ട്. കയ്യിൽ വെയിറ്റ് എടുത്തുകൊണ്ട് കഴുത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ വേദന കൂടാം. ഡോക്ടർ, നമുക്ക് ഈ ഷോൾഡറിന് വേദന ധാരാളമായി ഉണ്ടാകാറുണ്ട്. സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടാകാറുണ്ട്. വ്യായാമം എത്രത്തോളം ഫലപ്രദമാണ് ഇതിന്? തോളുവേദന വന്നു കഴിഞ്ഞാൽ ഇനീഷ്യലി ആദ്യം തുടക്കത്തിൽ നമുക്ക് കുറച്ച് റെസ്റ്റ് വേണ്ടി വരും. ആ പെയിൻ മാറിയതിന് ശേഷം അനക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് ഫിസിയോതെറാപ്പി 2 ഉദ്ദേശങ്ങളുണ്ട്. ഫിസിയോതെറാപ്പി ഉണ്ട്. ഒന്ന്, നമ്മുടെ റേഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന റേഞ്ച് അത് പരമാവധി നിലനിർത്തുക. എന്നാലേ നമുക്ക് പുറകോട്ട് ഇങ്ങനെയും മാക്സിമം റേഞ്ചിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു പിടുത്തം ഉണ്ടാവും, നമുക്കൊരു പരിധിനപ്പുറത്ത് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതിനെ നമ്മൾ നിലനിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള എക്സസൈസും പിന്നീട് നമ്മൾ പവർ, നമുക്ക് കൈയുടെ ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടാവും പലർക്കും ഈ റെസ്റ്റ് എടുത്ത കാരണം. അത് നമ്മൾ റീഗെയിൻ ചെയ്യണം, വീണ്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും ഇത് രണ്ടും ചെയ്ത് എന്നാലേ നോർമൽ ഷോൾഡറിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ മരുന്ന് മാത്രം കഴിച്ച് കൂടുതൽ റെസ്റ്റ് 2 ആഴ്ച കൂടുതലൊക്കെ കൈ ഇങ്ങനെ സ്ലിങ്ങിലിട്ട് കഴിഞ്ഞാൽ ചില പ്രത്യേക കാരണങ്ങൾ നമ്മൾ ഇടേണ്ടി വന്നേക്കാം. പക്ഷേ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഷോൾഡർ സ്റ്റിഫ്നെസ് ആണ്. അപ്പം കൈ അനക്കാനും പറ്റില്ല. അപ്പം അങ്ങനെ വന്നാലും നമ്മൾ ഫിസിയോതെറാപ്പി തുടങ്ങി അത് നമ്മൾ പഴയ പോലെ വീണ്ടെടുക്കാൻ ഫിസിയോതെറാപ്പി വളരെ പ്രധാനമാണ്. എക്സസൈസ് തന്നെ. ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മെയിൻ 2 കാര്യങ്ങൾ, തോള് വേദന എന്ന് പറയുന്നത് ഒരു ലക്ഷണം മാത്രമാണ്, ഒരു രോഗമല്ല. തോള് വേദനയ്ക്ക് 10-ൽ കൂടുതൽ കാരണങ്ങൾ വളരെ സാധാരണയായിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൽ ഏത് കാരണമാണെന്ന് കൃത്യമായി കണ്ട് അതിന് ചികിത്സിച്ചാൽ മാത്രമേ തോള് വേദന മാറുള്ളൂ. പിന്നെ മരുന്നുകൾ കൊണ്ട് മാത്രം മാറില്ല. ഫിസിയോതെറാപ്പി വളരെ പ്രധാനമാണ്. ഈ തോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് അനക്കാതെ വെച്ച് കളയും. നമുക്ക് വേണമെങ്കിൽ ഈ കൈയില്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ അനക്കാതെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് ഉണ്ടാവുന്നത്. ഡോക്ടർ, സമയപരിമിതി കൊണ്ടാണ് നമ്മൾ ഇടപെടുന്നത്. ഇനി വേറൊരു ദിവസം വരുമ്പോൾ ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എല്ലാം അറിയാനൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ വളരെയധികം നന്ദി നമ്മുടെ ഡോക്ടർ അതിഥിയായി എത്തിയതിന്. ഇത്രയധികം കാര്യങ്ങൾ കോളർ എല്ലാം അറ്റൻഡ് ചെയ്തതിനും ഇത്രയധികം കാര്യങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചതിനും വളരെയധികം നന്ദി. നമ്മുടെ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ ഉച്ച തിരിഞ്ഞ് 3:30 കാണാം. നമസ്കാരം.